3 ഗുണങ്ങളാണ് ഒരു മനുഷ്യരെ വിലയിരുത്താൻ. രജോ ഗുണം, തമോ ഗുണം, സാത്വിക ഗുണം. രജോ ഗുണം എന്ന് പറയുന്നത് പ്രവർത്തിക്കുക, അങ്ങ് അൾട്ടിമേറ്റ് ആയിട്ട് പ്രവർത്തിക്കുക, ഇൻറ്റൻസ് ആയിട്ട് പ്രവർത്തിക്കുക. തമോ ഗുണം എന്ന് പറയുന്നത് മടി പിടിച്ച് കിടക്കുക, സ്ലീപ്പിംഗ് മാൻ, ലേസി മാൻ എന്ന് പറയാം. സാത്വികം എന്ന് പറയുന്നത് ബുദ്ധി, അതായത് നോളജ്, അതിബുദ്ധിശാലി എന്നൊക്കെ പറയത്തില്ലേ, അതാണ് സാത്വിക ഗുണം. ഇതിൽ ഒരു ഗുണമായിട്ട് മാത്രമുള്ള മനുഷ്യർ ഈ ലോകത്തില്ല. ഈ 3 മിക്സ് ചെയ്തിട്ടുള്ളവരാണ് മനുഷ്യർ. സാത്വിക ഗുണം കൂടുതൽ കാണുമ്പം അവൻ അതിബുദ്ധിമാനായിട്ടിരിക്കും, ഒരു സയൻറ്റിസ്റ്റ് ആവാം, ഒരു വലിയ ഒരു പൊളിറ്റീഷ്യനും ആവാം. രജോ ഗുണം കൂടി നിൽക്കുമ്പോഴാണ് ഒരു പട്ടാളക്കാരനാവാം, അതിവേഗമായിട്ട് പ്രവർത്തിക്കുന്ന എന്തെങ്കിലും മേഖലകളിൽ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു സ്പോർട്സ്മാൻ ആവാം. തമോ ഗുണം പറയേണ്ടതല്ല, മടി പിടിച്ച് കിടക്കുന്ന സാധാരണമായിട്ട് ഇരുന്ന് പോകുന്ന ഒരാൾ. ഇതിൻ്റെ ശതമാനം, രജോ ഗുണം എത്ര ശതമാനമുണ്ട്, തമോ ഗുണം എത്ര ശതമാനമുണ്ട്, സാത്വികം എത്ര ശതമാനമുണ്ടോ ഒരാളുടെ ക്വാളിറ്റി ഉണ്ടാവുന്നതാണ്. അടുത്ത ഇനി നമ്മുടെ ഏൻഷ്യൻറ്റ് മെഡിസിൻ പറഞ്ഞിട്ടുള്ള വാദം, പിത്തം, കഫം, ഈ 3ൻ്റെയും അംശങ്ങൾ എങ്ങനെ കൂടി ഉണ്ടാകുന്നതോ, അതായത് ചിലർക്ക് വാദം, പിത്തം, കഫം കുറച്ച് കാണും, അല്ലെങ്കിൽ പിത്തം, കഫം കൂടുതൽ കാണും. ഇതിൻ്റെ ശതമാനങ്ങൾ, ദ പേഴ്സൻറ്റേജ് ഓഫ് വാദ, പിത്ത, കഫം, അത് 3ഉം ഒരാളുടെ ആരോഗ്യം തീരുമാനിക്കുന്നതാണ്. ഒരാൾ എത്ര ഹെൽത്തി ആണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ ഇതൊക്കെ എത്ര ശതമാനത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ചിലതൊക്കെ വളരെ കുറവാണെങ്കിൽ അവർക്ക് ആ ഡെഫിഷ്യൻസി ഉണ്ടാവും. അതുപോലെ തന്നെ അടുത്ത ഞാൻ പറയാൻ പോകുന്ന സംഭവം ഭാവം, രാഗം, താളം, ഭരതം, ഭാരതം, എങ്ങനെ വേണമെങ്കിലും പറയാം. ഭാവത്തിൽ കുറച്ച് ശതമാനം, താളത്തിൽ കുറച്ച് ശതമാനം, രാഗത്തിൽ കുറച്ച് ശതമാനം ഒരു കല ഉണ്ടാവും. താളത്തിൽ ഒരുപാട് ശതമാനം, താളത്തിൽ ചെറിയൊരു ശതമാനം, ഭാവത്തിൽ വീണ്ടും കൂടിയ ശതമാനം വേറെ ഒരു കല ഉണ്ടാവും. ഇതിൻ്റെ പെർസെൻറ്റേജ് തീരുമാനിക്കും എന്ത് ടൈപ്പ് ഓഫ് കലയാണ് പുറത്ത് വരുന്നു എന്നതാണ്. സോ ഈ 3 സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. നമ്മുടെ നാട്ടിൽ നിന്നുണ്ടായ സംഭവമാണ്. എന്ന് വെച്ചാൽ ഇത് നമുക്ക് മാത്രം സ്വന്തമുള്ളതല്ല, ലോകം എമ്പാടും എവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. അതാണ് നമ്മുടെ നാട്ടിൻ്റെ, ഈ ഒരു ശാസ്ത്രമാണ് നമ്മുടെ നാട്ടിൻ്റെ നട്ടെല്ല്, ദ സ്പൈൻ ഓഫ് അവർ കൺട്രി. താങ്ക് യു.